വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ മാൽപ്പേ സംഘം? അദ്ദേഹം അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചു. അതീവ ദുഷ്കരമായ രക്ഷാദൌത്യമാണ്. താൻ ഇത്ര വർഷത്തിനിടയിൽ ആദ്യമായി ഇത്ര വലിയൊരു രക്ഷാദൌത്യത്തിന് ഇത്ര ദുഷ്കരമായ ഒരു രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നത് എന്നും ആരംഭിച്ചോ രക്ഷാദൌത്യം? വിനേഷ്, ആര്യ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് മൽപ്പേ സംഘം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. മറ്റുള്ള രക്ഷാപ്രവർത്തനങ്ങളൊന്നും ഇന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തും എന്നായിരുന്നു പറഞ്ഞിരുന്നത് രാജസ്ഥാനിൽ നിന്ന്. എന്നാൽ ഇതുവരെയും എത്തിയിട്ടില്ല. ഇവിടെ കാർവാറിലുള്ള ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ആണെങ്കിൽ അസംബിൾ ചെയ്യുന്നതിന് ആവശ്യമായ വിദഗ്ധരില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് തിരയാൻ പറ്റില്ല എന്നുള്ളത് ഒരു സാങ്കേതിക പ്രശ്നം കൂടി അതിനകത്തുണ്ട്. കാരണം ഇത്രത്തോളം അടിയൊഴുക്കുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കൃത്രിമ ചങ്ങാടം വെച്ചുകൊണ്ട് ഇത് തിരയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏറെ സങ്കീർണമായൊരു ദൗത്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആ പദ്ധതി ഇപ്പോൾ തൽക്കാലം ഇന്നലെ രാത്രി ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിയിട്ടില്ല രാജസ്ഥാനിൽ നിന്ന്. പക്ഷേ മന്ത്രി റിയാസ് ഇന്നലെ നമ്മളോട് പറഞ്ഞത് ഇത് ഇന്നലെ രാത്രി തന്നെ എത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടേക്ക് മടങ്ങി. ഇപ്പോൾ ഇവിടെയുള്ളത് AK ശശീന്ദ്രൻ മാത്രമാണ്. ഒപ്പം തന്നെ MLA മാരും ഇവിടെയുണ്ട്. എന്തായാലും രക്ഷാദൌത്യം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നേവിക്കൊന്നും ഇപ്പോൾ ഇറങ്ങാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം അടിയൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 നോട്ട്സ് മാത്രമാണ് അടിയൊഴുക്കുണ്ടെങ്കിൽ മാത്രമേ നേവിക്ക് ഡൈവിംഗ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഡൈവിംഗ് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം 6 മുകളിലാണ് ഇപ്പോൾ നോട്ട്സ് അടിയൊഴുക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്തു ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നേവിക്ക് മുമ്പിലുള്ള ഒരു പ്രശ്നം. പക്ഷേ ഈ മൽപ്പേ സംഘം, അതായത് മത്സ്യത്തൊഴിലാളികളുടെ സംഘം ഇന്നും തെരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ അവർ 7 തവണ ഡൈവിംഗ് നടത്തി. അതിൽ തന്നെ 3ാമത്തെ തവണ വളരെ അപകടകരമായ ഒരു അവസ്ഥയായിരുന്നു. വടം പൊട്ടി ഒലിച്ച് പോയി. അവരെ പിന്നീട് നാവികസേന രക്ഷപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യം എത്തി. ഇന്നും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. ഈ 4ാമത്തെ പോയിന്റിൽ നിന്ന് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് പൂർണ്ണമായും ചെളിയും കമ്പിയും അതുപോലെ തന്നെ കല്ലുകളും ഒക്കെയാണ്. കാരണം നമ്മുടെ ഈ ഇലക്ട്രിക് ലൈനിന്റെയും മറ്റും കമ്പികൾ പൊട്ടിയതായിരിക്കണം, അത്തരത്തിലുള്ളതുണ്ട്. അതുപോലെ തന്നെ ഈ തകര ഷീറ്റുണ്ട്. സാധാരണ അവിടെ അതിൻ്റെ അടുത്ത് ഈ അർജുൻ ചായ കുടിക്കാൻ നിർത്താറുള്ള ഒരു കടയുണ്ട്. അവിടെ ആ ചെറിയൊരു കടയുണ്ട്. ആ കട മേഞ്ഞിരിക്കുന്നത് ടിൻ ഷീറ്റ് ഉപയോഗിച്ചാണ്. ആ ടിൻ ഷീറ്റിന്റെ ഭാഗങ്ങൾ പുഴയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഡൈവിങ്ങിനിടെ പലപ്പോഴും അത് തട്ടിയിട്ട് മുറിവുണ്ടായിട്ടുണ്ട് തങ്ങളുടെ ടീമിന്, തനിക്ക് ഉൾപ്പെടെ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യം അതീവ സങ്കീർണമാണ്, ദുഷ്കരമാണ്. എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം അതിൽ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയ മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെ ഓറഞ്ച് അലർട്ട് തുടരുന്നൊരു സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗംഗാവലി നദി നിറഞ്ഞൊഴുകുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 6 നോട്ട്സിന് മുകളിലാണ് അടിയൊഴുക്കുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നദിയിൽ ഇറങ്ങുക എന്നുള്ളത് വളരെ റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ അതിന് നേവി എന്തായാലും തയ്യാറാവില്ല. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികളുടെ സംഘം ഇനിയും ഒരു ശ്രമം കൂടി നടത്തും. അത് എത്ര സമയം എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഉച്ചയോടുകൂടി തന്നെ നിർത്തും. എന്തായാലും ലോറി ഇന്നലെ നോക്കിയ സമയത്ത് അവിടെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ചെളിയിൽ എവിടെയെങ്കിലും ലോറി ഉണ്ടാവണം എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് അദ്ദേഹം. അങ്ങനെ തന്നെയാണ് ഈശ്വർ മാൽപ്പേ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ലോറി അതിനകത്ത് എവിടെയെങ്കിലും കാണണം. പക്ഷേ ഇപ്പോൾ സിഗ്നൽ ലഭിക്കുന്നത് ഇത്തരത്തിൽ ഇവിടെ നിന്ന് പോയിരിക്കുന്ന ഇരുമ്പ് കഷ്ണങ്ങളും മറ്റ് സാധനങ്ങളുടെ എല്ലാം തന്നെ അതിൽ നിന്നാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സിഗ്നൽ ലഭിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും രക്ഷാദൌത്യം ഇന്നും തുടരും. പക്ഷേ പൊതുവെ ഒരു മന്ദഗതി ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്ര കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പോലെ അത്ര ഊർജിതമായ ഒരു തെരച്ചിലിനൊന്നും സാധ്യതയില്ല. ഈ കഴിഞ്ഞ 13ാമത്തെ ദിവസമാണ് ഇത്രയും ദിവസം പിന്നിടുന്നു. 2 ആഴ്ചയായിട്ട് പോലും യാതൊരു സൂചനയും, ലോറിയെക്കുറിച്ച് പോലും ജസ്റ്റ് ഒരു സൂചന, ലോറി സ്പോട്ട് ചെയ്തെന്ന് പറയുന്ന സ്ഥലത്ത് പോലും എത്താൻ പറ്റുന്നില്ല. അവിടെ ലോറി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുന്നില്ല. ശക്തമായ അടിയൊഴുക്കുണ്ട്, കലങ്ങി മറിഞ്ഞു വരുന്നു. ചെളിയും കല്ലും കൂടി പൊതുവെ ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് കുത്തിയൊലിച്ച് വന്ന കല്ലും മണ്ണും ആ പുഴയിൽ ഡെപ്പോസിറ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അത്രത്തോളം സാധാരണ ഇന്നലെ നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് അയാൾക്ക്, അതായത് ഈശ്വർ മാപ്പയുടെ അരയ്ക്ക് തൊട്ട് മുകളിൽ വരെ വെള്ളം ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. അത്രയും മണ്ണ് അടിഞ്ഞിരിക്കുകയാണ് ആ നദിയുടെ നല്ലൊരു ഭാഗം മണ്ണും കല്ലും കൊണ്ട് അടിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ എത്ര അടിയിലാണ് ഈ വാഹനമുള്ളത്, ഈ ലോറി ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെയാണ് എന്നുള്ളതൊക്കെ കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ രക്ഷാദൗത്യം എവിടെ എത്തും എന്നുള്ളതൊന്നും നമുക്കൊരു വ്യക്തതയില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ
മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണും, എങ്ങനെയാണ് ഇത് തുടർന്ന് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ എന്താണ് മറ്റു മാർഗം എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുമെന്ന്. വിനീഷ്, മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പസമയം മുൻപ് ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രക്ഷാദൌത്യം തുടരും, അത് നിർത്തിവെക്കുകയില്ല. കേരളം കൃത്യമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കർണാടക സർക്കാരിന് മേൽ. അതുകൊണ്ട് തന്നെ അതിനൊരു അനുകൂലമായ നിലപാട് കർണാടക സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം നേരത്തെ നമ്മളുമായി പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ രക്ഷാദൌത്യം തുടരുമെന്ന് നമുക്കും പ്രത്യാശിക്കാം. ഒപ്പം ഏറ്റവും പ്രധാനമായി വിനീഷ്, ഈ ഈശ്വർ മാൽപേ പറയുന്നുണ്ട് ഈ അപകടകരമായ ദൌത്യമാണ് ഗംഗാവലി പുഴയുടെ തിരച്ചിൽ എന്നത്. വളരെ അപകടകരമായ ദൌത്യമാണ്. മുങ്ങുമ്പോൾ തനിക്കൊന്നും കാണുന്നില്ല, കണ്ണുകെട്ടി ഇറങ്ങുന്നത് പോലെയാണ്, അടിയൊഴുക്ക് ശക്തമാണ്, തകരശീറ്റുകളും തടികളും വൈദ്യുതി കമ്പികളും മാത്രമാണ് കണ്ടത്, സ്വന്തം റിസ്കിലാണ് ഇറങ്ങുന്നതെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ അത് നമുക്ക് വളരെ പ്രധാനമാണ്. കാരണം കൃത്യമായി അദ്ദേഹം പറയുന്നു 20 വർഷങ്ങൾക്ക് മുൻപ് പോലും ഇത്രമാത്രം വലിയൊരു ദൗത്യം താൻ ഏറ്റെടുത്തിട്ടില്ല, അത്രമാത്രം ദുഷ്കരമാണ് ദൗത്യം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷ അത് വളരെ പ്രധാനമാണ്. അറിയേണ്ടത് അദ്ദേഹം തിരച്ചിലിനിറങ്ങുന്ന സമയത്ത് നേവിയും തിരച്ചിലിനിറങ്ങുകയില്ലേ എന്നാണ്. ആര്യ, അത് നേവി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രമേ, അതായത് മൽപ്പയുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക, അല്ലാതെ തങ്ങൾക്കിതിൽ ഇടപെടാൻ കഴിയില്ല, അതിൽ തങ്ങൾക്കിതിൽ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല എന്നവർ പറയാൻ കാരണം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അതിൽ നേവി പോലും പ്രതിക്കൂട്ടിലാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം ഇത്രത്തോളം അടിയൊഴുക്കുണ്ട്. നേവിക്ക് പോലും ശാസ്ത്രീയമായ സംവിധാനങ്ങൾ, എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും ഉണ്ടായിട്ട് പോലും നദിയിൽ ഇറങ്ങാൻ കഴിയാത്തത്ര അടിയൊഴുക്കുണ്ട്, അത്രത്തോളം മണ്ണടിഞ്ഞിട്ടുണ്ട്, അത്രത്തോളം കലക്കുണ്ട് വെള്ളത്തിന്. ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂലമായ സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തെ മറികടക്കാൻ പരമ്പരാഗതമായ രീതിയിലുള്ള മത്സ്യത്തൊഴിലാളി സംഘം, അതായത് അവർ ഇക്കാര്യത്തിൽ പരിശീലനം നേടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്കതിന് കഴിയുമോ എന്നുള്ളൊരു സംശയം എന്തായാലും നേവിക്കുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ, തങ്ങൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അവരെന്തായാലും അവരുടെ ഉത്തരവാദിത്തം തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈശ്വർ മൽപേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഉച്ചവരെ തന്നെ ഈ ദൗത്യം തുടരാൻ സാധ്യതയുണ്ട്. എന്തായാലും മഴ ഇപ്പോൾ തന്നെ അല്പസമയം മുമ്പ് ശക്തമായൊരു മഴ പെയ്തു. ഇപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. ഇപ്പോൾ എന്നാലും ഈ മേഘം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഗംഗാവലി നദിയുടെ പരിസര പ്രദേശങ്ങൾ, അതായത് ഈ ഗംഗാവലി നദിയിലേക്ക് നിരവധി ചെറുപുഴകൾ ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ആ മലമുകളിൽ, അതായത് ഈ കൃത്യമായ മഴക്കാടുകളാൽ സമ്പന്നമായ ഒരു പ്രദേശത്തോട് ചേർന്നുള്ള വെസ്റ്റേൺ ഘാട്ട്സിലെ ഏറ്റവും സുപ്രധാനമായ മലകൾ ഉള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞിട്ടുള്ളത്. ഇവിടെ മഴക്കാടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ